അദ്ദേഹത്തെ തിരിച്ചെത്താൻ എന്ന് വിചാരിക്കുന്നു. രാഹുൽ ഈശ്വർ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. വസന്തും ശ്യാംരാജുമുണ്ട്. അവർക്ക് ചെന്നതിന് മുമ്പ് രാഹുൽ രാഹുൽ ഞാൻ ചോദിക്കുന്നത് ഇത് തന്നെയാണ്. അതായത് ഓപ്പറേഷൻ സിന്ദൂർ അവസാനിക്കുന്നില്ല എന്ന് പറയുന്നത് പാകിസ്ഥാനെ വിശ്വാസത്തിൽ എടുക്കുന്നില്ല ഇന്ത്യ. അത് ഒരു വശത്ത് നിൽക്കുകയാണ്. മാത്രമല്ല പാകിസ്ഥാനെ ഈ സീസ് ഫയർ വയലേഷൻ ഉണ്ടായത് എന്തുകൊണ്ടാണ് എന്നറിയില്ല എന്ന് മേജർ ഇന്ദ്രപാൽ സാർ തന്നെ പറയുന്നുണ്ട്. കശ്മീരി വിഘടനവാദികളുമായിട്ടുള്ള ഒരു ബന്ധവുമൊക്കെ ഈ ഒറ്റയടിക്ക് മറ്റൊരു നിവൃത്തിയില്ലാത്തതുകൊണ്ട് വെടിനിർത്തൽ ആവശ്യപ്പെടുന്നു, അതിലേക്ക് കടക്കുന്നു. പക്ഷേ ആ രാജ്യത്തിനകത്തുള്ള ആ ഭീകരവാദികൾ, ആ സംഘടനാ നേതാക്കളെയൊക്കെ ഒറ്റയടിക്ക് തള്ളിക്കളയാനൊന്നും പാകിസ്ഥാന് കഴിയില്ല. കുറച്ചു ദിവസം കഴിയുമ്പോൾ അല്ലെങ്കിൽ കുറച്ചു മണിക്കൂറുകൾ കഴിയുമ്പോൾ ഇതൊക്കെ പൊങ്ങി വീണ്ടും വരാം. അത് ഇന്ത്യ ഭയക്കുന്നുണ്ട്. ഇതുവരെ കണ്ട ഇന്ത്യ പാകിസ്ഥാൻ ബന്ധമായിരിക്കില്ല, അല്ലെങ്കിൽ ഒരല്പം ബെറ്ററായ ഇന്ത്യ പാകിസ്ഥാൻ ബന്ധമായിരിക്കില്ല ഇനി അങ്ങോട്ട്. അങ്ങനെയാണോ മനസ്സിലാക്കേണ്ടത്? അങ്ങനെ തന്നെയാണ് പറഞ്ഞ. 2-3 കാര്യങ്ങളുണ്ട്. ഈ സ്റ്റാൻഡ് ഓഫിൽ അല്ലെങ്കിൽ ഈ യുദ്ധത്തിൽ ഇന്ത്യക്ക് തന്നെയാണ് മേൽക്കൈ എന്ന കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട. നമുക്ക് തന്നെയാണ് അപ്പർ ഹാൻഡ് കിട്ടിയത്. അങ്ങനെ പറയുമ്പോഴും 2-3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഇത് മുമ്പൊരവസരത്തിൽ പറയാൻ പറ്റില്ല. നമ്മുടെ രാജ്യം ഒരുമിച്ച് എന്ന് പറയുന്നതാണ്. ഇപ്പം നമ്മുടെ എല്ലാം ധാരണ ഇൻഡസ് ട്രീറ്റി ക്യാൻസൽ ചെയ്തു എന്നൊക്കെയാണ്. യഥാർത്ഥത്തിൽ അത് ക്യാൻസൽ ചെയ്തിട്ടില്ല. നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന വാക്കെന്ന് പറഞ്ഞാൽ കെപ്റ്റ് ഇൻ അബയൻസ് എന്നാണ്. അതായത് യഥാർത്ഥത്തിൽ ഇൻഡസ് ട്രീറ്റി നമ്മൾ സൂക്ഷിച്ചു നോക്കുകയാണെങ്കിൽ അതിന്റെ ആർട്ടിക്കിൾ 12 പ്രകാരമുള്ള എഗ്രിമെന്റ്സിൽ ഒന്നെങ്കിൽ സസ്പെൻഷനോ ടെർമിനേഷനോ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ കെപ്റ്റ് ഇൻ അബയൻസ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ വിയന്ന കൺവെൻഷൻ ഓൺ ദി ലോ ഓഫ് ട്രീറ്റീസിലൊന്നും ഇല്ലാത്തൊരു വാക്കാണ്. ആ വാക്ക് ഇന്ത്യ വളരെ പ്രയോഗിച്ചിരിക്കുന്നു പാകിസ്ഥാന്റെ പുറത്തൊരു സമ്മർദ്ദം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് പാകിസ്ഥാന് കൂടുതൽ തിരിച്ചടികൾ ഡിപ്ലോമാറ്റിക് ആയിട്ട് നമുക്ക് നൽകാൻ കഴിയും. നമ്മൾ എന്നും ഓർക്കേണ്ടത്, നമുക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും പാകിസ്ഥാനും ഒരു ന്യൂക്ലിയർ പവറാണ്. അപ്പൊ ആ നമ്മളെ പോലെ റെസ്പോൺസിബിൾ ആയ ഒരു പവർ അല്ല, റെസ്പോൺസിബിൾ ആയ ഒരു പവറാണ്. അതുകൊണ്ട് നമുക്ക് സ്ട്രാറ്റജിക് ആയിട്ടും ഡിപ്ലോമാറ്റിക് ആയിട്ടും ഒരുപാട് ചെറിയ അർത്ഥത്തിൽ ഒരു ക്ഷീണം ഉണ്ടായെന്ന് വേണമെങ്കിൽ പറയാം. ഡൊണാൾഡ് ട്രംപ് ഇറാറ്റിക്കാണ്. ഡൊണാൾഡ് ട്രംപ് പല കാര്യങ്ങൾക്കും എടുക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഡൊണാൾഡ് ട്രംപ് പറയുന്ന കാര്യങ്ങളെ പല ആൾക്കാരും സീരിയസ് ആയിട്ട് എടുക്കില്ല. അതുകൊണ്ട് തന്നെ ട്രൂത്ത് സോഷ്യലിൽ ഡൊണാൾഡ് ട്രംപ് എഴുതിയതിനെ ഒരു പരിധിക്കപ്പുറം ലോകത്തിൽ അമേരിക്കക്കാർ പോലും സീരിയസ് ആയിട്ട് എടുക്കാൻ സാധ്യതയില്ല. പക്ഷേ ഇനിയും നമ്മൾ ചെയ്യേണ്ട 2 കാര്യങ്ങളുണ്ട്. ഇന്ത്യ വിജയിച്ചു നിൽക്കുകയാണ്, പോസിറ്റീവാണ്. നമ്മൾ ഒരുമിച്ചു, സോഫിയ ഖുറേഷിയും വ്യോമിക സിംഗും നമ്മുടെ വിക്രം മിശ്രിയും അടക്കം നമ്മളെല്ലാം ഒരുമിച്ചു എന്നുള്ള കാര്യം സത്യമാണ്. ഇന്ത്യക്കാണ് മേൽക്കൈ. ഈ അവസരത്തിൽ നമ്മൾ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, തീർച്ചയായും തീവ്രവാദികളെ ഒറ്റപ്പെടുത്താനും ആക്രമിക്കാനും കഴിയണം. കാശ്മീരികളെ കൂടെ നിർത്താനും നമുക്ക് കഴിയണം. കാശ്മീർ ഹമാരാഹെ എന്ന് പറഞ്ഞാൽ പോരാ, കാശ്മീരി ബി ഹമാരാഹെ എന്ന് നമുക്ക് പറയാൻ കഴിയണം. നമ്മുടെ ചാനലുകളിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്, ഇന്ത്യക്ക് കാശ്മീരിൽ ചരിത്രപരമായി പറ്റിയ തെറ്റാണ് 1987 ഇലക്ഷൻ. ഇത് ശ്രീ ശശി തരൂറിനെ പോലെ കോൺഗ്രസിൽ നിന്നും BJPയിൽ നിന്നും സ്വപൻദാസ് ഗുപ്തയും അടക്കമുള്ളവർ എടുത്തു പറഞ്ഞിട്ടുള്ളതാണ്. 1987 കാശ്മീരിലെ ഇലക്ഷൻ അന്നത്തെ നമ്മുടെ ഗവൺമെന്റ് അട്ടിമറിച്ചതാണ്. ഇന്ന് മിലിറ്റൻസായി മാറിയ പലരും അന്ന് ജനാധിപത്യത്തിന്റെ പതാകവാഹകരായി നിന്നിട്ടുള്ളതാണ്. അപ്പൊ നമുക്കും ചരിത്രത്തിൽ തെറ്റുപറ്റിയിട്ടുണ്ട്. ആ തെറ്റുകളെ ഉൾക്കൊണ്ട് സാധാരണ കാശ്മീരികളെ, പ്രത്യേകിച്ച് ഇന്ത്യൻ കാശ്മീർ, അതായത് പാക് ഒക്കുപൈഡ് കാശ്മീർ അല്ല, ഇന്ത്യൻ കാശ്മീരിൽ നിൽക്കുന്ന നമ്മുടെ ആൾക്കാരെ ചേർത്ത് നിർത്താനും വൈബ്രന്റ് ഡെമോക്രസി കൊണ്ടുവരാനും അവർ തീവ്രവാദികൾക്കെതിരെയുള്ള ഏറ്റവും നല്ല മൊമെന്റ് ആണിത്. കാശ്മീരികൾ തീവ്രവാദികൾക്കെതിരാണ്. അത് ഇന്ത്യ പരമാവധി ഇന്ത്യക്ക് അനുകൂലമാണ്. രാഹുൽ ആ പറഞ്ഞ വിഷയമുള്ളത് കൊണ്ട് ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്. കാരണം ഇത് നമ്മൾ വെടിനിർത്തലും കഴിഞ്ഞ ശേഷം പ്രതിപക്ഷം, കോൺഗ്രസ് സർവകക്ഷി യോഗം വിളിക്കും, പാർലമെന്ററി ഡിസ്കഷനൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ വെടിനിർത്തലിന് തൊട്ടു മുമ്പ് വരെ അതിർത്തി സംസ്ഥാനങ്ങളിലൊക്കെ നടന്ന വിഷയങ്ങളുണ്ട്. അതിന്റെ 4 ദിവസം നീണ്ടു നിന്ന കോൺഫ്ലിക്റ്റ് ഒക്കെ ഉണ്ട്. സീസ് ഫയർ വയലേഷൻ ഉണ്ട്. ഗുജറാത്ത്, ഹരിയാന, പഞ്ചാബ്, കശ്മീർ, ജമ്മു. ഇതൊക്കെ മറ്റൊരു അഭിപ്രായ പ്രകടനങ്ങൾക്കൊക്കെ ഇനി വരും സമയങ്ങളിൽ ആഭ്യന്തര രാഷ്ട്രീയമാണ്. ഒരുപക്ഷെ ഇനിയായിരിക്കും ചോദ്യങ്ങൾ ഉയരാൻ പോകുന്നത്. അതിനുള്ളൊരു സാധ്യതയുണ്ടെന്ന് രാഹുൽ കണക്കാക്കുന്നു. അങ്ങനെ തന്നെയാണ്. ഒരു കാര്യം ആഡ് ചെയ്തോട്ടെ, ഇതുവരെ നമ്മൾ എല്ലാം മോദിജിക്ക് പിന്നിൽ അണിനിരക്കുകയായിരുന്നു. മോദിജിയാണ്, അതായത് ഇന്ത്യൻ പ്രധാനമന്ത്രി ആരോ, ഇന്നലെ ഇന്ദിരാഗാന്ധി ആണെങ്കിൽ ഇന്ദിരാഗാന്ധി, ഇന്ന് മോദിജി ആണെങ്കിൽ മോദിജി, നാളെ രാഹുൽ ഗാന്ധി ആണെങ്കിൽ രാഹുൽ ഗാന്ധി. നമ്മൾ നമ്മുടെ പ്രധാനമന്ത്രിക്കും സൈന്യത്തിനും പുറകിൽ അണിനിരക്കുകയായിരുന്നു. ഇനി അപർണയുടെ ഇൻട്രൊഡക്ഷൻ ഗംഭീരമായിരുന്നു. ഇനിയും ഏതൊരു രാജ്യസ്നേഹിയും ചോദിക്കേണ്ട 3-4 ചോദ്യങ്ങളുണ്ട്. 200 കിലോമീറ്ററോളം ഉള്ളിൽ ഈ തീവ്രവാദികൾക്ക് എങ്ങനെ വന്ന് കൊല്ലാൻ കഴിഞ്ഞു? ആ തീവ്രവാദികൾ എവിടെ? അവരെ പിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? 1,80,000-ഓളം സൈനികരെ റിക്രൂട്ട് ചെയ്തില്ല എന്ന് മുമ്പത്തെ മേജർ ജനറൽ ബക്ഷി അടക്കമുള്ളവർ പറയുന്നത് സത്യമാണോ? നമ്മുടെ സെക്യൂരിറ്റി അപ്പാരറ്റസിനും ഇന്റലിജൻസ് ഫെയിലിയറും ഉണ്ടായതല്ലേ? അതിന് ഉത്തരവാദികൾ വേണ്ടേ? അതിന് അക്കൗണ്ടബിലിറ്റി വേണ്ടേ?
വേണ്ടേ? ഒരു കാര്യം കൂടെ പറഞ്ഞ ശ്രദ്ധിച്ചു കാണും, വിക്രം മിശ്രിയെ പോലും ട്രോൾ ചെയ്ത്, അതായത് നമ്മുടെ ഫോറിൻ സെക്രട്ടറി വിക്രം മിശ്രി ഇന്ന് ട്വിറ്റർ പൂട്ടിയിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലെ തന്നെ, ഞാനൊരു വലതുപക്ഷക്കാരനാണ്, പക്ഷേ തീവ്ര വലതുപക്ഷക്കാർ അദ്ദേഹത്തെയും മകളെയും ഒക്കെ ട്രോളി അദ്ദേഹം ട്വിറ്റർ പൂട്ടേണ്ട ഒരു അവസ്ഥ ഉണ്ടായി. അപ്പോൾ നമ്മുടെ നാട്ടിലെ ഐക്യം ഊട്ടി ഉറപ്പിക്കാൻ സോഫിയ ഖുറേഷിയും വ്യോമിക സിംഗും പോലെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് എന്ത് ഇനീഷ്യേറ്റീവ്സ് ഉണ്ടാകും? ഇന്ത്യക്കാരെ ഒരുമിച്ച് നിർത്താനും നമുക്ക് പറ്റിയ തെറ്റുകളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാനും പാകിസ്ഥാന് മേലുള്ള ഈ വിജയം പോസിറ്റീവ്ലി ആഘോഷിക്കാനും ലോകതലത്തിൽ നമുക്ക് ഒരുമിച്ച് നിൽക്കാനും കഴിയുന്ന വളരെ ന്യൂവാൻസ്ഡ് ആയ ഒരു ഡിബേറ്റ്. അതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി വെൽക്കമിംഗ് ആയിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനിയും അക്കൗണ്ടബിലിറ്റി വേണം, അൺകംഫർട്ടബിൾ ആയ ചോദ്യങ്ങൾ വേണം. ശ്രീ ശശി തരൂർ ഒക്കെ എല്ലാവർക്കും വേണ്ടി നിലപാടെടുത്തു. ഇപ്പം നമ്മൾ ചോദിക്കരുതൊന്നും, ചോദിക്കാൻ ഒരു അവസരം വരും. ആ അവസരം വന്നിരിക്കുകയാണ്. ആരുടെ തെറ്റാണ്, ആരുടെ അക്കൗണ്ടബിലിറ്റി ആണ്, ആ ചോദ്യങ്ങൾ നമ്മൾ ഉയർത്തണം. അതിന് BJPയും കോൺഗ്രസും ഒന്നുമല്ല. നമ്മുടെ 27 പേരാണ് മരിച്ചത്, അല്ലെങ്കിൽ ഒരു നേപ്പാളി ബാക്കി 26 ഇന്ത്യക്കാരും മരിച്ചു. അപ്പൊ അതിന് അക്കൗണ്ടബിലിറ്റി വേണ്ടേ? ഈ സുരക്ഷാ വീഴ്ചയ്ക്ക് ആരാണ് ഉത്തരവാദി? ആ തീവ്രവാദികളെ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അത്തരം അൺകംഫർട്ടബിൾ ക്വസ്റ്റ്യൻസ് ഇനി നമുക്ക് ഉണ്ടാകും. അതിന്റെ പേര് ഡിബേറ്റ് ഉണ്ടാകണം. ആ സംവാദങ്ങളിൽ ശക്തമായ ചോദ്യങ്ങൾ പ്രധാനമന്ത്രി മോദി രാഹുൽ ആ ചോദ്യത്തിൽ തുടക്കമിട്ട്